ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് പോകുന്ന ഒരു റീലായിരുന്നു ഇട്ടിരുന്നത്. അതിന്റെ താഴെ ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിന്റെ ഫുൾ വീഡിയോ വേണം, ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെ സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് 23 ഇതെനിക്ക് വേണ്ട ലെങ്ത് കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 23. അപ്പോൾ ഇതിന്റെ കൂടെ പ്ലസ് ഞാൻ 2 ആണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു ടോപ്പ് തയ്ക്കുന്ന സമയത്ത് നമ്മളൊരു +1 ഒക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷേ ഇതിന് ഞാൻ +2 ആണ് ചെയ്യുന്നത് കേട്ടോ. +2 തന്നെ കൊടുക്കണം. കാരണം ഇതിന്റെ മേളിൽ ഷോൾഡറിന്റെ അവിടെ അല്ല ജോയിന്റ് വരുന്നത്, അല്ലാതെ ഒരു ജോയിന്റ് വരുന്നുണ്ട്. താഴെ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് മടക്കി തയ്ക്കുമ്പോൾ ആ ഒരു തയ്യൽത്തും കൂടി ചേർത്തിട്ടാണ് 2 ഇഞ്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നത് 25 കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കാം. ഇതിപ്പോൾ ഞാനൊരു 2 മീറ്ററോളം ഞാനൊരു കുർത്തിക്ക് തയ്ക്കാനായിട്ടൊക്കെ വേണ്ടി മേടിച്ച് വെച്ചൊരു മെറ്റീരിയലാണ്. ഇത് ഞാൻ 2 മീറ്റർ ഉണ്ട്. നമുക്ക് ശരിക്കും 2 മീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു 1.5 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് തയ്ച്ചെടുക്കാം. ഇത് 2 മീറ്റർ ഉണ്ട് കേട്ടോ. ആദ്യം ഞാനിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ കുർത്തിക്കൊക്കെ തയ്ക്കാനായിട്ട് മടക്കുന്നത് പോലെ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിങ്ങനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം. അതായത് നമ്മൾ നേരെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടല്ലേ കുർത്തി കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ടോപ്പ് ആയത് കാരണം ഞാനിത് ഇങ്ങനെയാട്ടോ മടക്കുന്നത്. കാരണം അത്രയും വേണ്ട, തുണി വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. ഇങ്ങോട്ടേക്കുള്ള തുണി നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഇതാ ഇവിടെ 25 മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. ലെങ്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ്. ഇതിപ്പോൾ നമ്മൾ നോർമൽ ഒരു കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ തയ്ച്ചു പോകുന്നത് 9.5 ഞാനിത് തയ്ച്ചു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ +1 ചേർക്കണം. ഇത് തയ്യൽ തുമ്പല്ല കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് 10.5 വരും. ഇപ്പം നിങ്ങളിത് 8 ആണെന്നുണ്ടെങ്കിൽ +1 ചേർക്കുക 9. എന്നിട്ട് ബാക്കിയാണ് തയ്യൽ തുമ്പിടുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ വേണം ഒരു 1.5യോ 1 തയ്യൽ തുമ്പിടാനായിട്ട്. ഞാനിവിടെ ഇപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി? 10.5ഉം +1.5ഉം കൂടി ആകുമ്പോഴത്തെ എത്രയായി? 11, 12 ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ 12 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യുകയാണ്. 12 ആണ്, നമ്മൾ 12 ആണ് എടുത്തത്. ആ 12 നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മളിവിടെ ഷോൾഡർ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഈ 12 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത്. നോർമലി നമ്മൾ എത്രയാണ് ഷോൾഡർ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു 6.5 ഷോൾഡർ എടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്ത്. ഇപ്പം ഞാനിവിടെ ഒരു ജസ്റ്റ് ഷോൾഡർ ഇപ്പം നമ്മൾ വെറുതെ മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഷോൾഡറിൻ്റെ അളവൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്കുഴി. നമ്മൾ നോർമൽ ഒരു ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ കൈക്കുഴി ഇപ്പോൾ 6 6.5 എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി ചേർത്തിട്ട് വേണം, കൂട്ടി വേണം എടുക്കാനായിട്ട്. അപ്പം നമ്മളിവിടെ 7.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മളിങ്ങനെ കേവ് അങ്ങനെ വളച്ചോ അങ്ങനെയുള്ള ഒന്നും വരയ്ക്കേണ്ട കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 1 ഇഞ്ച് വണ്ണം എടുത്തപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ കൂട്ടിയെടുക്കാൻ പറഞ്ഞത്, നമ്മൾ നോർമൽ കുർത്തിയൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഫിറ്റായിട്ടല്ലേ ഇടുന്നത്. ഇതൊരിച്ചിരി ലൂസായിട്ട് കിടന്നാലേ അതൊരു ഭംഗിയുള്ളൂ. ഇനി അത് നിങ്ങൾക്ക് ടൈറ്റായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈറ്റായിട്ട് തന്നെ എടുക്കാം കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മളിവിടെ നമ്മുടെ കൈക്കുഴിയുടെ അവിടുത്തെ മാർക്ക് ചെയ്ത് കൊടുത്തു, ആമഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത്. ഞാനിവിടെ കഴുത്തിനൊരു 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നുണ്ട്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. കഴുത്തിൻ്റെ ഇറക്കം എനിക്ക് ഒരു 5.5 കഴുത്തിൻ്റെ ഇറക്കം വേണം. അതും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, 5.5 ഞാൻ ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരെ ഒരു സ്ക്വയറായിട്ട് ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. സ്ക്വയറോ മറ്റേ ഹാർട്ട് ഷേപ്പിൽ വരുന്ന നെക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാട്ടോ. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണ്, ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വരിക സ്ക്വയർ ആട്ടോ. അപ്പോൾ ഞാനിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ക്വയറാണ്. അപ്പോൾ ഞാൻ സ്ക്വയർ മാർക്ക് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ടിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. ഇത് 5.5 ഞാൻ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്, ബാക്കിലും അതേപോലെ 5.5 തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിവിടെ മാർക്ക് ചെയ്തു. ഇനിയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നമ്മളിവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണല്ലോ 12 മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ 1.5 ഇഞ്ചിനെ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആക്കി. ഇവിടെ ഞാൻ ആ 1.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്താണ് നമ്മുടെ തയ്യൽ തുമ്പ് വരുന്നത്. ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ നെക്ക് ഈ സ്ക്വയർ വന്നേക്കുന്ന കണ്ടോ, ഈ സ്ക്വയറിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന്
ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചരിച്ച് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. കണ്ടോ? അതായത് നമ്മുടെ നെക്ക് ഇവിടെ വരെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ നെക്കിൻ്റെ ഈ ഒരു എൻഡ് പോർഷനിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് നമ്മുടെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിലോട്ട് വരച്ചാൽ മതി. ഇതിലോട്ട് എത്തിക്കാൻ നോക്കണ്ട. ഇവിടെ നിന്ന് അങ്ങോട്ട് ചരിച്ചങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി. ഇത്രയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടോപ്പിൻ്റെ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ എനിക്കിവിടെ ഒരു ഇച്ചിരി ലെവലല്ലായിരുന്നേ, ഞാനതങ്ങ് നമ്മൾ സാധാരണ ഒരു ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ ഇവിടെ സൈഡിലോട്ടൊന്ന് ഇത് കൊടുക്കത്തില്ലേ, അതൊന്നും കൊടുത്തില്ലെങ്കിലും സാരമില്ല. താഴെ എലാസ്റ്റിക് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അതേസമയം നിങ്ങൾ അങ്ങനെയല്ല, എലാസ്റ്റിക് വെക്കാനല്ല ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡിൽ ചെറുതായിട്ട് ഷേപ്പ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പോർഷൻ ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് തന്നെ വേണം നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ കട്ട് ചെയ്ത് വെച്ചത് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും മടക്കി ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഓൾറെഡി നേരത്തെ മടക്കിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കി പോർഷനിങ് കൂടെ ഉണ്ടല്ലോ, അവിടെയാണ് ഞാനിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സ്ലീവിന്, എനിക്കിപ്പോൾ ഈ സ്ലീവിന് ഒരു 12 ഇഞ്ച് ഇറക്കമൊക്കെ ധാരാളമാണ് കേട്ടോ. ഒരു ഇവിടെ മടക്കി തയ്ക്കാനായിട്ടും ഒരു 1 ഇഞ്ച് ഇവിടെ നമുക്ക് തയ്ക്കാനായിട്ട്, അതായത് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ എലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എലാസ്റ്റിക് തയ്ക്കാൻ 1 ഇഞ്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 13 ഇഞ്ച് ഉണ്ട്. 13 ഇഞ്ചിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ ബാക്കി 11 ഇഞ്ച്. എനിക്കത് ധാരാളമായിട്ട് മതി. നിങ്ങൾക്ക് അതല്ല കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പീസ് അങ്ങോട്ടേക്ക് നീക്കിയിട്ട് കൊടുക്കുക. എത്രയാണ് നിങ്ങൾക്ക് സ്ലീവ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് നീക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവ് അത്രയും വലുതായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ചെറിയ സ്ലീവ് തന്നെയാണ് വെക്കുന്നത്. നമ്മളിപ്പോൾ നെക്കിൻ്റെ അവിടെ നിന്ന് ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ ചെറിയൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതായത് നമ്മൾ നെക്കിൻ്റെ അകലം എടുത്തിട്ട് താഴെ നെക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണല്ലോ ആം ഹോളിലോട്ട് കട്ട് ചെയ്തെടുത്തത്. അത് അവിടെ നിങ്ങൾക്ക് ആ നെക്കിൻ്റെ അവിടെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ഞാനിവിടെ ഒരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് നമ്മൾ ഈ പീസ്, നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ്, അതിനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഈ വെട്ട് വരുന്നത് നമ്മുടെ ഈ എൻഡ് പോർഷനിൽ വരണം കണ്ടോ. ഈ ഒരു എൻഡ് പോർഷനിൽ നമ്മുടെ ആ വെട്ട് വരുന്നത് ഇവിടെ വെക്കണം കണ്ടോ. ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതിനൊന്ന് ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ ഇത് മാർക്ക് ചെയ്യുവാണേ. നമുക്കിങ്ങനെ ഇട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കട്ട് ചെയ്തത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ തുണി ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്, കാരണം നമ്മൾ നേരത്തെ അവിടെ വരച്ചതിൽ നമ്മൾ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത മാർക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവണ്ട എന്ന് വെച്ചിട്ട് ഞാനിതിപ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുവരെയാണ് നമുക്ക് നമ്മുടെ ഇതിൽ അറ്റാച്ച് ചെയ്യാനായിട്ട്, ആം ഹോളിൻ്റെ അവിടെ വരെ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് സ്ലീവാണ്. അപ്പോൾ എനിക്ക് ഇത്രയാണ് ലെങ്ത് വന്നേക്കുന്നത് കണ്ടോ. ഇത്രയാണ്, ഞാൻ ചെറിയ സ്ലീവ് വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്രയാണ് ഇതിൻ്റെ എക്സ്ട്രാ ഇത് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനി എത്ര വേണം, ഇപ്പോൾ ഒരു 3/4 സ്ലീവ് വേണം, കുറച്ച് ഇങ്ങനെ എന്താ പറയുക ബലൂൺ സ്ലീവ് പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് തുണി കിടക്കുന്ന അങ്ങോട്ടേക്ക് നമ്മൾ മടക്കിയിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് അത്രയും വലിയ സ്ലീവ് കിട്ടും. അപ്പം ഞാൻ ഇവിടെ വരെ ആയതുകൊണ്ട് ഞാൻ ഇതിലോട്ടാണ്, ഇവിടെ വരെ നമ്മൾ ചരിച്ചല്ലേ വരച്ചത്, എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം കണ്ടോ. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും വീഡിയോസൊക്കെ കാണണം, ഏതെങ്കിലുമൊക്കെ ഡ്രസ് മോഡലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാവേ.
ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത് നമ്മുടെ ഷോൾഡർ, നമ്മൾ നേരത്തെ ഷോൾഡർ വരച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിൽ നിന്ന് കഴുത്തിൻ്റെ ഇറക്കം വരച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കഴുത്തിൻ്റെ ഇറക്കം വരച്ചിട്ട് അതിൻ്റെ താഴേന്ന് എത്രയാണോ ഇറക്കം വന്നത് 5.5 നമ്മൾ ആം ഹോളിലോട്ട് ചരിച്ച് കട്ട് ചെയ്ത് എടുത്തത്. അപ്പോൾ നമുക്ക് ആ മേളിലോട്ടുള്ള ഷോൾഡറും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത്. 25 ടോപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ലെങ്ത്ത് നമ്മൾ മേളിലോട്ട് ഈ പീസിലോട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നിങ്ങോട്ട് നമ്മുടെ സ്ലീവാണ്, ഇവിടെ നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇവിടെയും നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗം വരുന്ന, ഷോൾഡറിലോട്ട് വരുന്ന ഭാഗം വരുന്നത്. അപ്പം നമ്മളിതിപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ നമ്മൾ എത്രയായിരുന്നു? 5.5 ആയിരുന്നു ഞാൻ എൻ്റെ ഷോൾഡർ എടുത്തത്. അത് ഈ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് എടുക്കുക. 5.5 ആയിരുന്നു എൻ്റെ ഷോൾഡർ മേലിലോട്ട് ഉണ്ടായിരുന്നത്. 5.5 ഇഞ്ചല്ലേ നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ മേലിലോട്ടുള്ള 5.5 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അതാണ് ഞാൻ ഷോൾഡറിൻ്റെ ഇത് പറഞ്ഞത്. അപ്പോൾ ആ 5.5 ഇനി അവിടെ നിന്നാണ് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു എലാസ്റ്റിക് കൊടുക്കുമ്പോൾ ആ പഫ് സ്ലീവ് എത്രത്തോളം നിങ്ങൾക്ക് ആ പഫ് സ്ലീവ് വലുതായിരിക്കണം, എത്രത്തോളം നല്ല ചുരുക്കുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് എത്ര ലൂസ് വേണം എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു ഇപ്പം 5.5 അല്ലേ, 5.5 വരുമ്പോഴത്തേക്കും 11 വരും. അപ്പോൾ ഇരട്ടിയായി ഞാനൊരു 14 ഇഞ്ച് സ്ലീവിൻ്റെ ഇത് എടുക്കുവാണ്. 14 ഇഞ്ച് ഇവിടെ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ 14 ഇഞ്ച് ഞാനിവിടെ സ്ലീവ് മാർക്ക് ചെയ്തു. ബാക്കി ഇതാ ഇത്രയും പീസ് എനിക്കിവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, നമ്മളിത് മടക്കിയിട്ടത് കൊണ്ടാണ് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കാണിച്ചത്. നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇത്രയും പീസും കൂടി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതും കൂടി ആഡ് ചെയ്ത് ചുരുക്കാക്കി അത്രയും വലിയ പഫ് സ്ലീവ് ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ ജോയിൻറ്റ് വരും. അപ്പോൾ എനിക്ക് ജോയിൻറ്റ് വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഫോൾഡിങ് ആയിട്ടുള്ള, കണ്ടോ ഇതിങ്ങനെ ഫോൾഡിങ് ആയിട്ടുള്ള പീസാണ് വരുന്നത്. അപ്പം ഞാൻ നേരെ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇവിടുത്തെ വരെ അളവെടുത്തു. 14 ഇഞ്ചാണ് വന്നത്. അപ്പം ഞാൻ നേരെ ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. 14 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. 14 ഇഞ്ചിൽ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യണമല്ലോ. ഈ എലാസ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ടോപ്പുമായിട്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ ആ ഭാഗമായിട്ട് ഇത് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനൊരു 1/2 ഇഞ്ചൊക്കെ മതി. ഞാനൊരു 1 ഇഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇതിപ്പോൾ ഇവിടെ ഞാൻ എടുത്ത് പറയുകയാണ്, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ ഇവിടെ നിന്ന് അങ്ങ് വരച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെൻറ്ററിൽ ഒരു ജോയിൻറ്റ് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്കിപ്പോൾ തുണിയൊക്കെ തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. എനിക്കിവിടെ ഇതിങ്ങനെ ഫോൾഡിങ് വരുന്ന പീസുണ്ട്. എനിക്കിവിടെ ജോയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു പീസ് ഇവിടെ ഇത്രയും ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ജോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നത്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് എടുത്ത് ഇവിടെ ഇട്ടു. ഞാൻ ആ വെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, കണ്ടോ, ആ പീസ് എടുത്ത് ഞാനിവിടെ ഇട്ടു. കറക്റ്റായിട്ട് വെച്ചു കൊടുത്തു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാനിവിടെ വരച്ചു കൊടുത്തു. മാറ്റി. ഇതാണ് അപ്പോൾ സ്ലീവ് വരുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ വെച്ചു കൊടുത്തു. കണ്ടോ, അതായത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാനൊന്ന് വരച്ച് കാണിച്ചായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ വരച്ച് കാണിച്ചതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഫോൾഡിങ് വന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറക്കി വരച്ചു. അപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ പിള്ളേർക്കൊക്കെയാണ് നല്ല ബലൂൺ സ്ലീവ് വേണം, നല്ല പോലെ അതൊന്ന് പഫായിട്ട് നിൽക്കണമെങ്കിൽ ഇത്രയും പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പീസ് ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എത്രത്തോളം നമ്മൾ തുണിയിട്ട് കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ സ്ലീവ് നല്ല ബലൂണായിട്ടും നല്ല നിറയെ പ്ലീറ്റ്സൊക്കെ ആയിട്ടുള്ള വലിയ ഇതായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും മതി. അതുകൊണ്ട് ഞാൻ ഈ ഒരു 14 ഇഞ്ചിൽ കട്ട് ചെയ്യുവാണേ. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചരിച്ച് കട്ട് ചെയ്തെടുത്തത്. ചരിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ സ്ലീവ് എടുത്തു. നമ്മളിപ്പോൾ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഇതിങ്ങനെ 4 പീസായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഈ ഫോൾഡിങ്ങിൻ്റെ വശത്ത് നോക്കി ഇത് 4 പീസായിട്ട് കാണാം. നമുക്ക് 2 സ്ലീവാണല്ലോ വേണ്ടേ. ഇത് 2 സ്ലീവിനുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനി അന്നും പറഞ്ഞിട്ട് ഒരെണ്ണം കട്ട് ചെയ്ത് കളയരുത്. നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, നമ്മൾ ആ മെറ്റീരിയൽ ഇങ്ങനെ
ഈ നെക്കിൻ്റെ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ നെക്കിൻ്റെ വരുന്ന പോർഷൻ നമ്മളിങ്ങനെ വെച്ചിട്ടല്ലേ ഈ ചരിച്ച് മാർക്ക് ചെയ്തേ. ആ ചരിച്ച് വെച്ച ആ സൈഡാണ്. ഇപ്പുറത്തെ സൈഡല്ല, ഈ സൈഡല്ല. നമ്മൾ ഫോൾഡിങ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ സൈഡല്ല കേട്ടോ. ഇത് നമ്മൾ ആദ്യം ഇത് വെച്ച് മാർക്ക് ചെയ്ത സൈഡ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിങ്ങനെ കാണുമ്പോൾ, പക്ഷേ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്കതൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മളിതിങ്ങനെ ഈ ഒരു പീസ്, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു വെട്ടിട്ട് കൊടുത്തത്. ഈ ഒരു വെട്ടിട്ട് കൊടുത്ത ആ സൈഡ് നമ്മൾ എവിടെയാണോ അത് വെച്ചിട്ട് ചരിച്ച് മാർക്ക് ചെയ്തത്, ആ സൈഡ് വരുന്ന ഫോൾഡിങ് അത് നമ്മൾ കട്ട് ചെയ്ത് വിടാം. ഇനി നിങ്ങൾ ഇതാരെങ്കിലും തയ്ക്കുന്ന സമയത്ത് അയ്യോ ഞാൻ അറിയാതെ ഇപ്പുറത്തെ സൈഡിലെ ഫോൾഡിങ് ഞാൻ കട്ട് ചെയ്ത് വിട്ടു, ഇനി അത് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതാ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സ്ലീവിൻ്റെ പീസ് വരുന്നത്. കണ്ടോ, ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു സൈഡിൽ സ്ട്രെയിറ്റ് ആയിട്ടും ഈ ഒരു സൈഡിൽ ചരിഞ്ഞിട്ടും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചിട്ടാണല്ലോ ഇത് പോകേണ്ടത്, സ്ലീവ് അല്ലേ, അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പം ഈ ഒരു സ്ട്രെയിറ്റ് വരുന്ന പീസ് ഉണ്ടല്ലോ, ഇത് മൊത്തം നമ്മൾ അലാസ്റ്റിക് വരും. അപ്പം അതിങ്ങനെ അലാസ്റ്റിക് വരുമ്പോൾ ഇങ്ങനെ വരും. ഈ ഒരു ചരിഞ്ഞ സൈഡാണ് നമ്മുടെ ടോപ്പിൽ വെച്ച് കൊടുക്കേണ്ടത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ടോപ്പിന് പ്രത്യേകിച്ച് ഒരു സാധനവും നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഇത്രയും മതി. ഇപ്പം തിന്നായിട്ടുള്ള മെറ്റീരിയൽ ഇതെനിക്ക് അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല, കാരണം ഇതൊരു ക്രേപ്പാണ് വരുന്നത്, അമേരിക്കൻ ക്രേപ്പാട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് അങ്ങനെ പ്രത്യേകിച്ച് ലൈനിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മൾ ഇന്നർ ഷെമ്മി യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. അത്യാവശ്യം കട്ടിയുണ്ട്, അതുകൊണ്ട് ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ലൈനിങ് ഇട്ട് തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണേ. ലൈനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം കേട്ടോ. ഷോൾഡറിൽ വെക്കാനുള്ള എലാസ്റ്റിക് ഞാൻ 12 ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5.5 ഇഞ്ച് ആയതുകൊണ്ട് തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് 12 ഇഞ്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ അടിക്കാനായിട്ട് പോവുകയാണ്. ഇത് നമുക്ക് എടുത്തറിയാനായിട്ട് ആ ഒരു ചരിച്ച് കട്ട് ചെയ്തതിൻ്റെ ആ കൂർത്ത ഭാഗം ഉണ്ടാവും കേട്ടോ. ആ സൈഡാണ് നമ്മുടെ ഷോൾഡറിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മുടെ എലാസ്റ്റിക് ഇതിനകത്തു കൂടി ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട്, അതാണ് ഒരു 1/2 ഇഞ്ചിൻ്റെ പറഞ്ഞത്. എന്നിട്ട് ഇതാ ഇങ്ങനെ കൃത്യമായിട്ട് നേരെ അങ്ങ് അടിച്ചെടുക്കുക. 2 സ്ലീവ് ഇതേപോലെ നമ്മളങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ. അതായത് അകത്തോട്ടൊരു പീസ് മടക്കി കൊടുത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇതിനകത്തൂടെ എലാസ്റ്റിക് ഇടാനായിട്ടുള്ള ഒരു ഗ്യാപ്പും അതിനകത്ത് ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ പാൻറ്റിനൊക്കെ ഡോറിയൊക്കെ ഇടുന്നത് പോലെ എലാസ്റ്റിക് ഒരു പിന്ന് വെച്ചിട്ടോ, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്, എലാസ്റ്റിക് തന്നെ അതിനകത്തോട്ട് ഇട്ടാലും നമുക്കത് എടുക്കാൻ പറ്റും. എന്നിട്ട് 2 സൈഡും എലാസ്റ്റിക് നമ്മൾ ഇട്ട് കഴിഞ്ഞതിൻ്റെ 2 വശവും നന്നായിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് ഊരി വരികയോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടേ. അതിനുശേഷം നമ്മൾ നമ്മുടെ നെക്ക് അടിക്കുകയാണ്. നമ്മൾ ആദ്യം ഒരു സ്ക്വയറിൽ ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ മാത്രം അടിച്ചാൽ മതി. അതിൻ്റെ താഴോട്ട് നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത് അവിടെ ഒന്നും അടിക്കേണ്ട. സാധാരണ നെക്ക് അടിക്കുന്നത് പോലെ തന്നെ അടിച്ചാൽ മതി കേട്ടോ. ആദ്യം ആ പീസ് വെച്ചടിച്ചു, അതിനുശേഷം അതങ്ങ് പതിച്ചടിച്ചു കൊടുത്തു. കാരണം സാധാരണ നെക്ക് നമ്മളിങ്ങനെ തന്നെയല്ലേ അടിക്കുന്നത്. ആദ്യം ഒരു പീസ് വെച്ച് അടിച്ചു കൊടുക്കും, അതിനുശേഷം അത് പതിച്ചടിച്ചു കൊടുക്കും. എന്നിട്ട് ആ പീസ് അകത്തോട്ട് ആക്കിയിട്ട് നമ്മൾ മേളിലടിക്കും. ഇപ്പം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആ പീസിൻ്റെ ബാക്കി വരുന്ന എല്ലാ എക്സ്ട്രാ വരുന്ന പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ആ പീസിൻ്റെ അരികും കൂടി മടക്കി അടിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും ചെയ്യേണ്ട കാര്യമാട്ടോ, എന്ത് തയ്ച്ചാലും ചെയ്യേണ്ട കാര്യമാണ്. അതിനുശേഷം വെളിയിൽ വരുന്ന ഇതൊരു ക്രേപ്പ് ആയതുകൊണ്ട് നമ്മൾ വെളിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ വെളിയിൽ സ്റ്റിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കോട്ടൺ പോലുള്ള മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അകത്ത് വരുന്ന പീസ് നമ്മൾ ഹെമ്മിങ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ആ എലാസ്റ്റിക് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് വെച്ചല്ലോ, അപ്പോൾ അത് സ്ലീവാണ്. അപ്പോൾ ആ എലാസ്റ്റിക് വരുന്ന പോർഷനും നമ്മുടെ നെക്കിൻ്റെ ആ ഒരു കറക്റ്റ് 3 ഇഞ്ചോ എത്രയാണ് നിങ്ങളുടെ നെക്കിൻ്റെ അകലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമ്മൾ ആ സ്ലോപ്പ് കട്ട് ചെയ്തത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് അങ്ങ് തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്ലീവിൻ്റെ പീസ് എക്സ്ട്രാ വരും, മറ്റേ പീസ് ചെറുതാണല്ലോ. അപ്പോൾ സ്ലീവിൻ്റെ പീസ് ഇച്ചിരി എക്സ്ട്രാ വരും. അതിൻ്റെ ടെൻഷനൊന്നും വേണ്ട, സ്ലീവിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടാണ്. അതേപോലെ തന്നെ തിരിച്ചും ഇപ്പുറത്തെ സൈഡിലോട്ട് ആ ഒരു സ്ലീവ് എടുക്കുക. ഒരു സ്ലീവ് എടുത്തിട്ട് 2 സൈഡും ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതല്ലാതെ ഒരു സ്ലീവ് ആദ്യം അടിച്ച് മറ്റേ സ്ലീവ് അടിച്ചിട്ട് അങ്ങനെ അടിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതടിക്കുമ്പോൾ മാത്രം, ഇതിൽ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് ഒരു ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ല. ആകെ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് തിരിഞ്ഞു പോകരുത്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് സ്ലീവിൻ്റെ അരിക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നേരിയതായിട്ട് അടിക്കാൻ പറ്റുമോ അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ഉരുട്ടി അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ ഈ എലാസ്റ്റിക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലാസ്റ്റിക് നമ്മൾ ഷോൾഡറിൽ അടിച്ചതുപോലെ കവർ ചെയ്ത് ഇങ്ങനെ അടിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. അതിനുശേഷം ഇങ്ങനെ വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ടാണ് ഈ ഒരു എലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടിയാണ് ഞാനിപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ വണ്ണം എത്രയാണോ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ആ വണ്ണം അങ്ങ് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഇപ്പോൾ ടൈറ്റൊക്കെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായ ഇഷ്ടമല്ലേ. ഞാനിപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിടാനായിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒന്നും 1 ഇഞ്ച് അത്രയും ലൂസ് ഇടുന്നത് ഇഷ്ടം ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. താഴെ ഞാനൊരു ചെറിയ എലാസ്റ്റിക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ടോപ്പുകളോ സ്കേർട്ടുകളോ ബ്ലൗസുകളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ഉറപ്പായിട്ടും നമുക്ക് വേഗം തന്നെ അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടില്ലേ, ഞാനിപ്പോൾ കാണിച്ചപ്പോൾ കണ്ടില്ലേ, ടോപ്പിന് ലെങ്ത് ഉണ്ട്. എന്നാൽ നമുക്കൊന്ന് ടക്കിൻ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ടക്കിൻ ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് ഈ ടോപ്പ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതേപോലുള്ള എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.